നമസ്കാരം. സ്വർണത്തിൻ്റെ വില കുറഞ്ഞാൽ തന്നെ എല്ലാവരും വാങ്ങാനോടും. അപ്പോൾ പിന്നെ സ്വർണ്ണഖനി ഉണ്ടെന്നറിഞ്ഞാലോ? സ്വർണ്ണഖനി ഒരിക്കലെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും. എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരം ഒരുക്കാൻ ഒരുങ്ങുകയാണ് കർണാടക. നിരവധി സ്വർണ്ണഖനന കേന്ദ്രങ്ങൾ ഉള്ളതായി പറയപ്പെടുന്ന കപ്പദാഗുദ വന്യജീവി സങ്കേതത്തിലെ സുവർണഗിരി ശ്രേണിയിൽ സ്വർണ്ണ ടൂറിസം ആരംഭിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് വനംവകുപ്പ്. ഇത് സംബന്ധിച്ച ഒരു നിർദ്ദേശത്തിന് സംസ്ഥാന സർക്കാർ തത്വത്തിൽ ഒരു അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇത് നടപ്പിലായാൽ ഒരു കാലത്ത് തൊഴിലാളികളുടെയും ഖനന ഉപകരണങ്ങളുടെയും ശബ്ദങ്ങളാൽ മുഖരിതമാകുന്ന എന്നാൽ ഇപ്പോൾ ഭയാനകമായി നിശബ്ദമായിരുന്ന ആ ഒരു മറഞ്ഞിരിക്കുന്ന സ്വർണ്ണഖനി ലോകത്തിലേക്ക് വിനോദസഞ്ചാരികൾക്ക് എത്തിപ്പെടാനാകും. ഇന്ത്യയിലെ ആദ്യത്തെ നിഷ്ക്രിയ സ്വർണ്ണഖനന കേന്ദ്രമാണിത്. വകുപ്പ് തയ്യാറാക്കിയ കപ്പദാഗുദ മാനേജ്മെന്റ് പ്ലാൻ അനുസരിച്ച് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ സ്വർണ്ണ ഖനനത്തിനായി ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാൻ തുരങ്കങ്ങൾ വഴി സന്ദർശകർക്ക് അവസരമൊരുങ്ങും. നൂറുകണക്കിന് കിലോമീറ്ററുകളിൽ സ്ഥാപിച്ചിട്ടുള്ള റെയിൽവേ ലൈനുകളും അതോടൊപ്പം തന്നെ മെക്കാനിക്കൽ ലിഫ്റ്റുകൾ അവശേഷിക്കുന്ന സ്വർണത്തിൻ്റെ സൂക്ഷ്മമായ അടയാളങ്ങൾ എന്നിവയും വിനോദസഞ്ചാരികൾക്ക് കാണാൻ കഴിയും. പുതിയതായി പ്രഖ്യാപിച്ച വന്യജീവി സങ്കേതത്തിന്റെ സംരക്ഷിത പ്രദേശത്ത് ഏകദേശം 519 സ്വർണ്ണ ഖനന കേന്ദ്രങ്ങളുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഖനനത്തിനായി ഉപയോഗിച്ചിരുന്ന ഡസൻ കണക്കിന് എലിദ്വാര തുരങ്കങ്ങളും ശുദ്ധീകരിച്ച സ്വർണം ഉപരിതലത്തിലേക്ക് ഉയർത്താൻ ഉപയോഗിച്ചിരുന്ന മെക്കാനിക്കൽ ലിഫ്റ്റ് ഏരിയകളുമുണ്ട്. 1900-ൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വർണ്ണ ഖനനം ആരംഭിച്ചതായി വിശ്വസിക്കപ്പെടുന്നുണ്ട്. സ്വാതന്ത്ര്യാനന്തരം 1982 വരെ ഹട്ടി ഗോൾഡ് മൈനിംഗ് ലിമിറ്റഡ്, ഭാരത് ഗോൾഡ് മൈൻ ലിമിറ്റഡ് തുടങ്ങിയ സർക്കാർ ഏജൻസികൾ ഈ പ്രദേശങ്ങളിൽ നിന്നും മഞ്ഞലോഹം വേർതിരിച്ച് എടുക്കുന്നുണ്ടായിരുന്നു. ഒരു ടൺ ഭൂമിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സ്വർണത്തിന്റെ അളവ് വേർതിരിച്ചെടുക്കുന്ന ചെലവിനേക്കാൾ വളരെ കുറവായിരുന്നതിനാൽ കേന്ദ്ര സർക്കാർ ഏജൻസികൾ സ്വർണ്ണ ഖനനം ചെയ്യുന്നത് നിർത്തിവച്ചതായി വൃത്തങ്ങൾ പറയുന്നു. ബാൽഗോട്ട ഗ്രൂപ്പ് കമ്പനിയായ രാംഗഡ് മിനറൽസ് ആൻഡ് മൈനിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ധാതു സമ്പന്നമായ പ്രദേശത്ത് ഖനനം ചെയ്യാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ നിയമപരമായ തർക്കങ്ങളും നാട്ടുകാരുടെയും മതനേതാക്കളുടെയും എതിർപ്പും അതോടൊപ്പം അവയൊക്കെ സംരക്ഷിത പ്രദേശത്ത് ഖനനം നടത്താൻ അനുമതി നിഷേധിക്കാൻ സംസ്ഥാന സർക്കാരിനെ പ്രേരിപ്പിച്ചു. കേന്ദ്ര സർക്കാർ അടുത്തിടെ ഇത് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ അപകടകരമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ പ്രദേശത്തിന് കൂടുതൽ സംരക്ഷണം ലഭിച്ചു. അതേസമയം പ്രദേശവാസിയായ വീരണ്ണ ഗൗണ്ടർ പറയുന്നതനുസരിച്ച് ഖനന സ്ഥലങ്ങൾക്ക് ചുറ്റുള്ള നിരവധി ഗ്രാമങ്ങളിലെ താമസക്കാർ അനധികൃതമായി സ്വർണം വേർതിരിച്ചെടുക്കാൻ തുരങ്കങ്ങളിൽ കയറിയിരുന്നു. ഇതിനിടെ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. സർക്കാർ കർശനമായ നിയമങ്ങൾ ഏർപ്പെടുത്തിയതോടെ ഇപ്പോൾ ആരും ഈ തുരങ്കങ്ങളിൽ പ്രവേശിക്കുന്നില്ല. കൂടാതെ ഈ തുരങ്കം ഒരു ഇക്കോ ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കാനുള്ള മാനേജ്മെന്റ് പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയതായി ഗവാഡ് ഫോറസ്റ്റ് ഡെപ്യൂട്ടി കൺസർവേറ്റർ സന്തോഷ് കുമാർ കെഞ്ചപ്പൻ പറയുന്നുണ്ട്. സ്വർണം ടൂറിസം ഒരു ഘടകമാണ്. സന്ദർശകരുടെ സുരക്ഷ പരമപ്രധാനമാണ്. അതിനാൽ സുരക്ഷിതമായ രീതികളിലും അതോടൊപ്പം തുരങ്കങ്ങൾ തിരിച്ചറിയുന്നതിലും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നിർദ്ദേശം ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിലാണെന്നും സ്വർണ്ണഖനികളിൽ ട്രക്കിംഗ് ആരംഭിക്കാൻ വകുപ്പ് സമയമെടുക്കുമെന്നാണ് സന്തോഷ് കുമാർ പറയുന്നത്. കപ്പദാഗുദ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമാണെന്നും അത് വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ടൂറിസം ജില്ലാ ചുമതലയുള്ള മന്ത്രി HK പാട്ടീൽ പറയുന്നു. സ്വർണ്ണ ടൂറിസത്തിനായുള്ള ഒരു നിർദ്ദേശം അയച്ചിട്ടുണ്ട്. നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാമെന്നാണ് മന്ത്രി പറയുന്നത്. ഇതിലേക്കൊരു സാങ്ഷൻ കിട്ടി വരുന്ന സമയത്ത് എന്തായാലും ജനങ്ങൾ നേരെ കർണാടകയിലേക്ക് ഈ സ്വർണ്ണ ഖനനം കാണാൻ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.